സുബൈർക്ക, സുബൈർക്ക, സുബൈർക്ക. എത്ര നാളായി സുബൈർക്ക എന്നെ കണ്ടിട്ട്? എന്നെ മറന്നുല്ലേ? സുറുമി പോയതും കബീർക്ക വീട് മാറിപ്പോയതും ഞാൻ അറിഞ്ഞു. സുബൈർക്കാനെന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല. സുബൈർക്ക സൂക്ഷിക്കണം. ബാപ്പാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ബാപ്പ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല സുമി. ഒരായുസ് കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ എന്റെ കുടുംബം പോലും ഇന്ന് എനിക്കില്ല. എന്റെ അനുജത്തി, എന്റെ ഇക്കാക്ക എല്ലാം എന്നെ ഇട്ടെറിഞ്ഞു പോയില്ലേ? ഞാനിപ്പോ ആർക്കും വേണ്ടാത്തവനാ സുമി. സുബൈർഖാൻ ഇന്ന് കണ്ടത് നന്നായി. ഞങ്ങൾ ഇവിടുന്ന് പോവാം. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി എന്റെ മനസ്സ് മാറ്റി കല്യാണം കഴിപ്പിക്കാനാ ബാപ്പാന്റെ പരിപാടി. ഒരു കണക്കിന് അതാ നല്ലത്. നീ പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അനക്ക് നല്ലത് വരാൻ പടച്ചോനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സുബേറെ, എന്താ എന്റെ പരിപാടി? ഉറുപ്പ്യ ഒന്നും രണ്ടും അല്ല, 1 ലക്ഷം ഞാൻ എണ്ണി തന്നത്. മുതലും പലിശ അടക്കം കായ് കുറെ ഈ തരാറുണ്ട്. അരയ്ക്ക് താഴെ തളർന്ന എന്നെ കൊണ്ട് ഇതൊന്നും തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 10 ദിവസം അനക്ക് ഞാൻ തരാം. അതിന്റെ ഉള്ളില് ഈ പെര ഒഴിഞ്ഞു തരണം. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ സുബേറിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പെര ഒഴിയുന്ന കാര്യേ. മോനെ, വയ്യാത്ത ഇവനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോവാ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്റെ തൊഴിലാ, എനിക്കിത് ചെയ്യണം. പടച്ചോനെ, എന്റെ മോനിക്ക് ഈ ഗതി വന്നല്ലോ. സാരമില്ലമ്മ, ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ പഠിക്കുന്നുണ്ട്. എന്റെ സങ്കടം അതല്ല. ഈ വീട്ടിൽ നിന്ന് നമ്മളെ അവരിറക്കി വിട്ടാൽ ഈ ഉമ്മാന്റെ കൈയും പിടിച്ച് വയ്യാത്ത ഞാൻ എങ്ങടാ പോവാ പടച്ചോനെ? ഒരു തുള്ളി കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ അതിന് അരിവുണ്ടോ അമ്മ? അരി ഞാൻ നബീസാന്റെ പൊരേന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട്. ഉമ്മ ഇപ്പൊ കഞ്ഞി ഉണ്ടാക്കി തരാ. നോവെറിയുന്നു, നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു, തമസിൻ നിഴൽ വിരിയുന്നു. അന്നു വിടർന്ന പൂക്കാലം ഇന്ന് കൊഴിഞ്ഞു സൗഭാഗ്യം. ഈ നിഴലിന്മാരിൽ വീണുടഞ്ഞു ജീവിതം നിർഭാഗ്യം. നോവ്
നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. കാണുവാൻ കണ്ണുള്ള നാൾ കൂടുമോയി സൗഹൃദം പിരിയുമീണകൾക്കിനി നൊമ്പരം നറുതേൻ കണം കാനനമാകും മനസ്സിൻ ചുഴിയിൽ നീറിപ്പുകയും വലയമേ കാനനമാകും മനസ്സിൻ ചുഴിയിൽ നീറിപ്പുകയും വലയമേ മറഞ്ഞുപോയി ആ നല്ല നാൾ ഇനിയും പൂവിടുമോ നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. മുൾപടർപ്പിൻ വീതിയിൽ ഭാരം ചുമക്കും കാളയായി വഴിദൂരമറിയാതലയുമീ അണയാതയകലും തിരകളായി കാതര ഹൃദയം ഇനിയും തേങ്ങി കാവലനിയോ കാലമേ കാതര ഹൃദയം ഇനിയും തേങ്ങി കാവലനിയോ കാലമേ പോയൊരാവുകൾ ഇനി സുഖങ്ങൾ പെയ്തിടുമോ നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു അന്നു വിടർന്ന പൂക്കാലം ഇന്ന് കൊഴിഞ്ഞു സൗഭാഗ്യം ഈ നിഴലിന്മാരിൽ വീണുടഞ്ഞു ജീവിതം നിർഭാഗ്യം നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. എന്താ കാതർക്ക പാലും കൊണ്ടാണല്ലോ വരവ്? സുബൈ വാങ്ക് കൊടുക്കണം മുന്നേ പാലായിട്ട് വരുന്നല്ലേ നമ്മുടെ സുബൈർ. ഓനിപ്പം കിടപ്പിലായി പോയില്ലേ. വലിയ കഷ്ടാവന്റെ കാര്യം. ഞാനിപ്പോ ആലോചിക്കണതല്ല, ഓനൊരു ഏട്ടണ്ടല്ലോ കബീർ, ഓനെ മനസ്സിനിലേക്ക് എണ്ണാൻ പറ്റുമോ? ഒരു കുടുംബത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ നായി ചത്ത പോലെ ചത്ത ചെക്കണ. ഒന്ന് വെതം കെട്ടപ്പോ ഒരാളും ഇല്ല. ദുഷ്ടനെ പടച്ചോൻ പന പോലെ വളർത്തുന്നല്ലേ കാതർക്ക. സുബൈറിന്റെ വേർപ്പൊഴുക്കിയിട്ട് 4 നേരം നക്കാൻ കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? അതാ പറയണത്, ഒരാളി ഈ ലോകത്ത് സഹായിക്കരുത് എന്ന്. ആ തള്ളേന്റെയും വയ്യത്തോന്റെയും കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഗതി കിട്ടൂലോ അവർക്ക്. ഒന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കബീറിനൊന്ന് ഉപദേശിച്ചതാ. അപ്പൊ ഓൻ പറയാ അത് ഞമ്മളെ കുടുംബകാരിയാണ്, നിങ്ങൾ ഇടപെടണ്ട. മനുഷ്യ സ്നേഹികൾക്ക് ഈ ദുന്യാവിൽ ആയുസ് കുറവാന്ന് പറഞ്ഞത് വെറുതെ അല്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട് സുബൈറിന് അത്ര പെട്ടെന്നൊന്നും പടച്ചോൻ വിളിക്കൂലെന്ന്. അത് ഈ പറഞ്ഞ കാര്യ അത്രയ്ക്ക് നല്ല മനസ്സാവണ്ടേ. ഓന്റെ സന്തോഷവും സങ്കടമൊക്കെ ഇടക്ക് കാണുമ്പോ എന്നോട് പറയും. തമാശക്കാണെങ്കിലും ഞാനും പറയും, ഒരലിന്റെ സങ്കടാണല്ലോ ഈ മദ്ദളത്തോട് പറയണതെന്ന്.
എന്നാ പോട്ടെ കാതർക്ക. ആ. പോട്ടട്ടാ. ശരി എന്നാ. ഒന്ന് 4 6 7 12 13. ഇന്നെന്താ കട ഇത്ര നേരത്തെ അടച്ചത്? മേലും കയ്യൊക്കെ ഭയങ്കര വേദന. കൊച്ചിപ്പ വയ്യാതെ കിടന്നിട്ട് ഉപ്പ എന്താ കാണാൻ പോവാത്തെ? കൊച്ചിപ്പ പാവല്ലേ ഉപ്പ? എന്ത് ഇഷ്ടാന്നറിയോ കൊച്ചിപ്പാക്ക്? മോൾ അവിടെ ഇരുന്ന് പഠിക്കും. മോളുടെ ബുദ്ധി പോലും ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്. മരുന്നിന് പോലും പൈസ ഇല്ലാണ്ട് നരകിക്കാ പാവം. അനക്കിതല്ലാണ്ട് വേറൊന്നും പറയാല്ലേ? പിന്നെ ഞാൻ എന്താ പറയാ? നിങ്ങൾ നന്നായി കാണാൻ ഇന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചവനാ സുബേർ. നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ടല്ലേ 1 ലക്ഷം ഉറുപ്പിയ ഓൻ പലിശക്കെടുത്ത് തന്നത്. അതിന്റെ പേരിൽ ഇപ്പോ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിരിക്കുക ആ പാവത്തിന്. ഓന്റെ കണ്ണീർ വീണാല് ഒരു കാലത്തും ഗുണം പിടിക്കില്ല നമ്മള്. അല്ലാ. ആ ആ അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു സിയാറത്ത് ഉണ്ടായില്ല. അനക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കണില്ല. നിങ്ങൾ കേറിയിരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കാം. ഇപ്പൊ വേണ്ട. ഇത് വെച്ച സുബൈറെ, ഇതുകൊണ്ടൊന്നും ആവൂലെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് മരുന്ന് വാങ്ങാണെങ്കിൽ ഉപകരിക്കും. ഈ മനസ്സ് വേദനിപ്പിക്കേണ്ട സുബൈറെ. ഇതിലും വലിയ സൂക്കടൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. അന്റെ സങ്കടം പടച്ചോ കേൾക്കാതിരിക്കൂല. ഈ നാടിന്റെ നാട്ടുകാരി മുഴുവൻ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക്. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നാളെ മറ്റന്നാളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കും. നിങ്ങൾ കബീറിനോട് കാര്യം പറഞ്ഞില്ലേ? ഓനക്ക് വേണ്ടിട്ടല്ലേ കടം മേടിച്ചത്? കായിന്റെ കാര്യം പോട്ടെ, എന്റെ മോൻ ഇവിടെ ഇങ്ങനെയൊക്കെ കിടന്നിട്ടും ഒന്നും വന്നിട്ട് കാണാനുള്ള സന്മനസ് കാണിക്കാത്തവനാണ് ഓന്. ഓനെ അങ്ങനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണ്ട. മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. ഓന് ചിലപ്പോ വന്ന് കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അന്റെ ഈ വലിയ മനസ്സ് കാണാൻ ഓന് പറ്റാണ്ട് പോയല്ലോ. ഇവിടുന്ന് ഇറങ്ങിയാല് തെരുവിൽ പോയി കിടക്കേണ്ടി വരില്ല. എനിക്കുണ്ടടാ ഒരു വീട്. അനക്കും ഉമ്മാക്കും എപ്പം വേണമെങ്കിലും അവിടെ വരാം. ആരും ഒന്നും പറയൂല. എന്നാ നമ്മള് പോട്ടെ.